നമസ്കാരം. നമ്മളുടെ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് SKN നടത്തുന്ന ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് 11ാമത്തെ ദിവസമാണ്. 11ാമത്തെ ദിവസം നമ്മൾ ഇടുക്കി ജില്ലയിലൂടെ പര്യടനം നടത്തുകയാണ്. തൊടുപുഴയിലാണ് തുടക്കം. ഇന്ന് വൈകിട്ട് തൊടുപുഴയിൽ തന്നെ അത് അവസാനിക്കും. ഇടുക്കിയിലെ യാത്ര നാളെ നമ്മൾ എറണാകുളത്തേക്ക് കടക്കും. അപ്പോൾ ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി SKN വളരെ വിശദമായി നിങ്ങളുമായി സംസാരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ട്. മാധ്യമരംഗത്ത് 40 വർഷം പിന്നിടുകയാണ് SKN സാർ. 4 പതിറ്റാണ്ട് മാധ്യമ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതും വിവിധ മേഖലകളിൽ, മാധ്യമ പ്രവർത്തനത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒരേപോലെ കഴിവ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ 4 പതിറ്റാണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന് 4 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ സ്വാഭാവികമായും ആ സമയം ഒരു ആഘോഷിക്കേണ്ട സമയം തന്നെയാണ്. ഞങ്ങളത് എപ്പോഴും പറയും. പക്ഷേ ഇവിടെ ഒരു ആഘോഷത്തിൻ്റെ സമയമല്ല എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. നമ്മളെ ബാധിച്ചിരിക്കുന്ന, നമ്മളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്തിനെതിരെ സമൂഹത്തിൽ ജാഗ്രത വളർത്തേണ്ട സമയമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ യാത്രയുടെ തുടക്കം. അപ്പോൾ ആ യാത്ര ഇപ്പോൾ ഇത്രയും ജില്ലകൾ, തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങി നമ്മൾ മധ്യകേരളത്തിലേക്ക് കടന്ന് വടക്കൻ കേരളത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ തെക്കൻ കേരളവും മധ്യകേരളവും ഏതാണ്ട് പൂർത്തിയാകുന്നു. ഈ യാത്രയിൽ ഉടനീളം ഞങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ അക്രമത്തിനും ലഹരിക്കുമെതിരായ ഈ ആശയത്തിന് കിട്ടുന്ന സ്വീകാര്യത അത് ഓരോ ദിവസം ചെല്ലും തോറും, ഓരോ മണിക്കൂർ കഴിയും തോറും അത് കൂടി വരുന്നു എന്നത് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ കൊടും വേനലാണ്, മീനമാസത്തിലെ ചൂടെന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ കൊടും ചൂടിലും വളരെ ഊർജ്ജത്തോടു കൂടി യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഇത്തരം ക്യാമ്പസുകളിലും അല്ലെങ്കിൽ ആളുകൾ കൂടുന്നിടത്തൊക്കെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ ആശയത്തിന് കിട്ടുന്ന സ്വീകാര്യതയാണ്. അത് വലിയ ഊർജ്ജം തന്നെയാണ് ഞങ്ങൾക്ക് നൽകുന്നത്. ഈ അൽ അസർ കോളേജിൽ എത്തുമ്പോഴും അതേ ഗൗരവത്തോടു കൂടി തന്നെ, അതേ ഞങ്ങൾ ആ വിഷയത്തെ എത്ര ഗൗരവത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു അത് മുഴുവൻ ഉൾക്കൊണ്ട് അതേപോലെ നമ്മളോട് ഇവിടുത്തെ കുട്ടികളും മാനേജ്മെൻറ്റും രക്ഷിതാക്കളും ഒക്കെ പ്രതികരിക്കുന്നുണ്ട് എന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ വിജയകുമാർ, എന്നോടൊപ്പമുള്ളത് ഉന്മേഷ് ശിവരാമൻ. ഇവിടെ വിജയേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങൾ വിജയേട്ടൻ എന്നാണ് വിളിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്രയാണ്. അത് ഇടുക്കിയിൽ എത്തി നിൽക്കുന്നു. ഇവിടെ അവതരിപ്പിച്ചതൊക്കെ ഞങ്ങൾ കാണുകയായിരുന്നു. അതിൽ പല സന്ദേശങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ MG യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? അതിൻ്റെ വലിയ ആവേശം ഈ ക്യാമ്പസിൽ പ്രകടമാണ്. ഈ വേദിയിൽ അരങ്ങേറിയ കലാരൂപങ്ങളിലും ഞങ്ങൾ ആവേശം കാണുന്നുണ്ട്. അത് മുന്നോട്ട് വെച്ച മെസ്സേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ കുടുംബങ്ങളിലേക്ക് മടങ്ങേണ്ടതുണ്ട് എന്നുള്ള വ്യക്തമായ ഒരു സന്ദേശം അതിലുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് പുതിയ കാലഘട്ടത്തിൽ ഈ രാസലഹരിക്കെതിരെ എന്നുള്ള സന്ദേശം ആ കലാരൂപത്തിലുണ്ടായിരുന്നു. അതായത് ഓരോ ക്യാമ്പസും ഇപ്പോൾ ഇത്തരത്തിൽ ലഹരിക്കെതിരെ സ്വയം സജ്ജരാകുന്നുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പ്രക്രിയയാണ് പുതിയ കാലത്ത്. അതിൻ്റെ കണക്കുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ, എന്തുകൊണ്ട് ഈ ചൂട് സമയത്തും ഇത്തരമൊരു ഉദ്യമത്തിനായി ഇറങ്ങിത്തിരിച്ചു എന്നതടക്കമുള്ള വിശദാംശങ്ങളൊക്കെ SKN സൂചിപ്പിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണിച്ച ഈ സ്നേഹത്തിന് ഞങ്ങൾ ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഈ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഈ ഹോളിലെത്തിയിരിക്കുന്ന മുഴുവൻ കുട്ടികളെയും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അൽ അസർ ഗ്രൂപ്പിൻ്റെ ചെയർമാനുണ്ട്, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SKN സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി എല്ലാവർക്കും ഇതിനോടകം അതിൻ്റെ ഒരു ചുരുങ്ങിയ വിവരങ്ങളെങ്കിലും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. SKN അത് വിശദീകരിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര, ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ അതിന് എത്രത്തോളം പ്രസക്തിയുണ്ട്. അപ്പോൾ ഈ യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുൻപ് SKN സാറ് മുഖ്യമന്ത്രിയുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം സൂചിപ്പിച്ചു, നിങ്ങൾ ഈ യാത്ര നടത്തി കഴിയുമ്പോൾ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ ഒരു റിപ്പോർട്ടായി ഞങ്ങൾക്ക് തരണം, സർക്കാരിന് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഉറപ്പായും നമ്മളുടെ യാത്രയിൽ കിട്ടുന്ന വിവരങ്ങൾ മുഴുവൻ ക്രോഡീകരിക്കുന്ന ഒരു സംഘം, ഞങ്ങളുടെ ഗവേഷക വിഭാഗം ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഞങ്ങളതൊരു വലിയ റിപ്പോർട്ടായി സർക്കാരിലേക്ക് സമർപ്പിക്കും.
അത് അടിയന്തരമായി കേരളത്തിൽ നടപ്പാക്കേണ്ട, ലഹരി വ്യാപനത്തെ ചെറുത്തു തോൽപ്പിക്കാൻ നടപ്പാക്കേണ്ട ഞങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ ആയിരിക്കും ആ റിപ്പോർട്ടിൽ ഉണ്ടാകുന്നത്. അതിലേക്ക്, ആ പരിപാടിയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയിൽ ആ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ SKN സംസാരിക്കും. ഹലോ, അല്ല സാർ, ഒരു ഊർജ്ജമില്ലല്ലോ. അല്ല സാർ, നമ്മുടെ ചെയർമാൻ ഇവിടെ ഇരിക്കുക. ചെയർമാൻ നിങ്ങളിലുള്ള പ്രതീക്ഷ പോവും. ഒന്നുകൂടെ ഹലോ. അറിയാമോ? അപ്പോൾ പ്രിയപ്പെട്ട ചെയർമാൻ, അൽ അസറിൻ്റെ MD, അതുപോലെ അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിവിധ കോഴ്സുകൾ പഠിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, ഞങ്ങൾ ഈ ക്യാമ്പസിൽ വന്നപ്പോൾ നമുക്ക് വലിയൊരു വിസ്മയമായി ഈ സ്ഥാപനം. കാരണം 7000-ഓളം കുട്ടികൾ ഈ വിവിധ കോഴ്സുകൾക്ക് ഇവിടെ പഠിക്കുന്നു എന്നറിഞ്ഞപ്പം വലിയ സന്തോഷം. പ്രത്യേകിച്ച് ഇടുക്കിയിൽ തൊടുപുഴയിൽ ഇങ്ങനെയൊരു വലിയ ഈ സ്ഥാപനം എനിക്കറിയാം. ഈ സ്ഥാപനവുമായിട്ട് പല ബന്ധങ്ങളും എനിക്കുണ്ട്. എന്നാൽ ഈ സ്ഥാപനം ഇത്രയും കൂടുതൽ കുട്ടികളെ നെഞ്ചിലേറ്റി നടക്കുന്ന സ്ഥാപനമാണെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ചെയർമാനെയും ഇതിൻ്റെ മറ്റ് ഉയരങ്ങളിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇത് ഉന്മേഷ് ശിവരാമൻ, ആള് ഡോക്ടറാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡോക്ടറല്ല, കുടലുള്ള ഡോക്ടറല്ല, PhD കാരനാണ്. അപ്പോൾ ഇടുക്കിയിലെ CPI നേതാവായ KK ശിവരാമൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് ഈ വ്യക്തി. നിങ്ങളെവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇദ്ദേഹത്തെ നിങ്ങൾ 24-ൻ്റെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. ഇത് S വിജയകുമാറാണ്. ആളിങ്ങനെ ഇരിക്കുന്നെങ്കിലും കോട്ടയം IFSൻ്റെ പരസ്യം പോലെയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയ കടയാൻ തോന്നും, പക്ഷെ അകത്തേക്ക് കയറിയാൽ അതിവിശാലമായ ഷോറൂമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ ഒരു 10-75 പേരടങ്ങുന്ന ഒരു സംഘം, ഒരു ഗവേഷണ വിഭാഗം, R&D ഒക്കെ ചേർത്ത് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച യാത്രയാണ്. അത് 14 ജില്ലകളിലും കടന്നു പോകും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇടുക്കി ജില്ലയുടെ അതിർത്തിയായ തൊടുപുഴയിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ ഞങ്ങൾ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പോയി അവിടുത്തെ കുട്ടികളോടൊക്കെ പറഞ്ഞു. ഞങ്ങൾ ആദ്യം കലാലയങ്ങളെക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെയൊക്കെ ആയിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് കുറച്ചുകൂടെ നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് കേന്ദ്രീകരിക്കണം എന്ന്. ചില കണക്കുകൾ വന്നപ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ എക്സൈസ് മന്ത്രി MP രാജേഷ് പറഞ്ഞ കണക്കുകളൊക്കെ പുറത്തു വന്നപ്പോൾ നമ്മൾ തന്നെ അമ്പരന്നു. ശരിക്കും നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നത് 2020-ലാണ്. നിങ്ങൾക്കറിയാം, 20 മാസക്കാലം നമ്മൾ കോവിഡിലൂടെ കടന്നുപോയി. അപ്പോൾ ഈ കൊറോണ വൈറസ് നമ്മളിലേക്ക് പടരുമോ എന്ന സംശയം കൊണ്ട് നമ്മൾ അയൽപക്കങ്ങളെല്ലാം കുട്ടിയടച്ച് നമ്മുടെ വീട്ടിലിരുന്നവരാണ്. 2021 ആകുമ്പോഴേക്കും ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ ഈ മയക്കുമരുന്ന് ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി. അത് കൂടുതലും കഞ്ചാവ്, അതിൻ്റെ ലഹരി പുകയുക, കഞ്ചാവിൻ്റെ പുകച്ചുരുളിൽ ഒരു ജീവിതം കണ്ടെത്തുക. അത് ഏറ്റവും ഒരു 600-ഓളം ആൾക്കാരെ മാത്രമേ അത് സ്വാധീനിച്ചിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്ന് 2022 ആയപ്പോൾ അത് 1000-ലധികമായി. പിന്നീട് 2000 ആകുന്നു, 3000 ആകുന്നു. ഇത്തവണ 2025 പിറന്ന ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഏതാണ്ട് 600-ലധികം കേസുകൾ എടുത്തിട്ടുണ്ട്. അതിൽ 30% ആളുകളും 18 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ 2025 ഏതാണ്ട് 3500-4000 കേസുകൾ എടുക്കേണ്ടി വരും. അതെല്ലാം പ്രായപൂർത്തിയാകാത്ത ആളുകൾ, സ്കൂൾ കുട്ടികൾ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, ഇതെല്ലാം സിന്തറ്റിക് ലഹരിയിലാണ്. ഇതിൽ മെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഇതിലുണ്ടല്ലോ, അവർക്കറിയാം എന്താണ് സിന്തറ്റിക് ലഹരി എന്നുള്ളത്. ഈ രാസലഹരിയിൽ ചെറുപ്പക്കാരൊക്കെ അമർന്നു വീഴുന്ന ഒരു കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ കേരളം എത്രയോ നല്ല മണ്ണാണ്, നിങ്ങൾക്കറിയാം. നമ്മുടെ കേരളത്തിൻ്റെ ആകാശ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ 24-ലൂടെ കണ്ടിട്ടുണ്ടാകും. എത്ര മനോഹരമായ സ്ഥലമാണെന്നറിയാമോ? വയൽപ്പാടങ്ങളും കുന്നുകളും പാടശേഖരങ്ങളും ഒഴുകി നടക്കുന്ന നീളാ നദിയെ പോലെയുള്ള ഭാരതപ്പുഴയും ഒക്കെ നമ്മുടെ മനോഹാരിതയ്ക്ക് മാറ്റുവർത്തിപ്പിക്കുന്ന പ്രകൃതിയുടെ വരദാനമാണ്. എന്നാൽ ആ പ്രകൃതി ഇത്രയധികം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത അതേ മണ്ണിൽ തന്നെ നമ്മുടെ ആളുകൾ ഈ മരണം ക്ഷണിച്ചു വരുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മളെപ്പോലെയുള്ള ആളുകളെ അമ്പരപ്പിക്കുന്നതാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഞങ്ങളൊക്കെ വാർത്തകൾ അവതരിപ്പിക്കാനെല്ലാം AC റൂമിലായിരിക്കുന്നത്. സൗകര്യമായിട്ട് AC ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ വാർത്തകൾ നിങ്ങളോട് പറയുന്നു.
ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഈ പറയുന്ന വാർത്തകൾ കൂടുതലും കൊലപാതകത്തിൻ്റെയും അമ്മയുടെ കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തിയതിൻ്റെയും പള്ളയ്ക്ക് കത്തി കയറ്റിയതിൻ്റെയും ഒക്കെ കാര്യമാണ്. അപ്പോൾ ഇത്രയധികം കൊലപാതകങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ പടരുന്നു എന്ന് ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഈ രാസലഹരിക്കാരും സിന്തറ്റിക് ലഹരിക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആളുകളോട് പറയുന്നൊരു കാര്യം, ഒരു ഉന്മാദാവസ്ഥ നിങ്ങൾക്കുണ്ടാകാൻ, നിങ്ങൾക്കൊരു ഹർഷോന്മാദം ഉണ്ടാകാൻ, എക്സ്റ്റസി ഉണ്ടാക്കാൻ ഇത്തരം ലഹരികൾ നിങ്ങളെ സഹായിക്കും എന്ന വിവരക്കേട് ആൾക്കാർ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ഈ തലസ്ഥാന നഗരിയിൽ നിന്ന് കുറേ അമ്മമാർ, 100-100-ലധികം അമ്മമാർ ഈ ഒരു കേരള യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ എൻ്റെയും എൻ്റെ സംഘാംഗങ്ങളുടെയും മനസ്സിലുണ്ടായിരുന്നത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമുള്ളൊരു കലാപരിപാടിയാണ് ഈ രാസലഹരിയും മറ്റൊന്നായിരുന്നു. എന്നാൽ ഞങ്ങൾ ഓരോ ജില്ല, പത്തനംതിട്ട ജില്ലയിലേക്കൊക്കെ കടന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഒരുപാട് ആളുകൾ ഇതിന് അഡിക്റ്റായി കഴിഞ്ഞു. ചെറിയ കുട്ടികൾ, വീട്ടിലൊക്കെ മാതാപിതാക്കൾക്ക് കിടന്നുറങ്ങാൻ ധൈര്യം പോരാ, അവരുടെ സമാധാനം കെട്ടുകഴിഞ്ഞു. പല വീടുകളിലും ഈ സിന്തറ്റിക് ലഹരി പടർത്തുന്ന ദുഃഖങ്ങളും ദുരന്തങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങി. ചെറിയ കുട്ടികൾ പോലും ഇതിൻ്റെ കാരിയർമാരാകുന്നു. അവരിത് ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഇതിൻ്റെ വിതരണക്കാരുമാകുന്നു. മെഡിക്കൽ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്കറിയാം രാസലഹരി ശരീരത്തിലേക്ക് പടർന്നു പോയാൽ എന്തൊക്കെ സംഭവിക്കും. ലോകാരോഗ്യ സംഘടന പറയുന്നത് നമ്മുടെ ആളുകൾ ആരോഗ്യത്തോടെ 100-ലധികം വയസ്സ് ജീവിക്കുന്നു. 80-85 വയസ്സ് വരെ നമുക്കൊരു ക്വാളിറ്റി ലൈഫ് കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല നമ്മളുടെ ഒരു ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി കാരണം മരണം കുറയുന്നു, മരണനിരക്ക് കുറയും. അപ്പം മരണനിരക്ക് കുറയുമ്പോൾ ഒരുപാട് കാലം നന്നായി ജീവിക്കാൻ പറ്റും. എന്തിനും മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. എല്ലാ കാര്യത്തിലും, ക്യാൻസറിന് പോലും മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഗവേഷണം ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്കായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉള്ളപ്പോഴാണ് നമ്മൾ സ്വയം വിനാശം വിളിച്ചു വരുത്തുകയാണ്. നമുക്ക് ഒഴുകിപ്പോകുമായിരുന്ന, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായി രോഗം ബാധിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ സെല്ലിലേക്ക് തളയ്ക്കപ്പെട്ട് നമ്മൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരികയാണെങ്കിൽ അത് അയാളുടെ വിധി എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇപ്പം സംഭവിക്കുന്ന അതല്ല. ഈ വിധി നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ്. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, ഒരു മാനസിക രോഗിയും ഒരു MDMA കഴിക്കുന്ന രോഗിയും തമ്മിൽ വലിയ അകലമൊന്നുമില്ല. അവർ വളരെ അടുത്ത് നിന്ന് മുഖത്തോട് മുഖം കാണുന്നവരാണ്. ഇതിൽ കൂടുതൽ അപകടകാരി ആരാണെന്ന് ചോദിച്ചാൽ ഈ രാസലഹരിക്കാരനാണ്. കാര്യം മാനസിക നില തെറ്റിയ ഒരാളിന് പെട്ടെന്ന് മരണം സംഭവിക്കണമെന്നില്ല. എന്നാൽ രാസലഹരിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജാതകം നിങ്ങൾ തന്നെ കുറിക്കുകയാണ്. നിങ്ങൾക്ക് ചിലപ്പം രാസലഹരി നിരന്തരമായി ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 7 കൊല്ലം കഷ്ടിച്ച് കിട്ടും. ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 4-5 കൊല്ലം കൂടെ മുന്നോട്ട് പോകും. ഒന്ന് ആലോചിച്ചു, ഒരു വീട്ടിലേക്ക് 1-2 കുട്ടികൾ മാത്രമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ വീട്ടുകാർ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികൾ സ്വന്തമായി തിരഞ്ഞെടുക്കുന്ന അഴുക്കുചാല് കൊണ്ട് ആ അഴുക്കുചാലിൽ മുങ്ങി അകാലത്തിലെ മരിച്ചു പോവുക എന്ന് പറയുന്ന ഒരു അപകടം നമുക്കുണ്ട്. നമുക്ക് വലിയൊരു സങ്കടമുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും 300 ഇരട്ടി അപകടമായിട്ട് രാസലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കേരളത്തിൽ കൂടുകയാണ്. നമ്മൾ ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരില്ല എന്ന യഥാർത്ഥ ചിത്രം കൂടി നിങ്ങൾ തിരിച്ചറിയണം. ഇതിലേക്കൊക്കെ ഇറങ്ങാൻ വളരെ എളുപ്പമാണ്. കാര്യം നമ്മൾ തീരുമാനിച്ചാൽ മതി, നാളെ മുതൽ ഞാൻ രാസലഹരി ഉപയോഗിക്കുമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് അതുവഴി പോകാം. അതോടെ ചെളിക്കുണ്ട് നിറഞ്ഞൊരു ജീവിതം നിങ്ങളെ തേടി വരികയായി. ഒരിക്കൽ നിങ്ങൾ 6-7 തവണ ഇത്തരം ലഹരികൾക്ക് അടിമപ്പെട്ടു പോയാൽ പിന്നെ നിങ്ങൾക്കൊരു മോചനം കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതേസമയം ജീവിതത്തിലെ ഒരുപാട് ഉയരങ്ങളുടെ ഏണിപ്പടികൾ നമുക്ക് മുന്നിലുണ്ട്. ചാടിക്കയറി നമുക്ക് പോകാം. നമുക്ക് ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാട്ടിലുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ പഠിക്കാൻ എത്ര ദൂരെ വരെ നമ്മൾ പോകണമായിരുന്നു. എന്നാലിപ്പം ഒരു പഞ്ചായത്തിൽ ഇത്രയും വലിയൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്നുള്ളത് എന്നെ പോലെയുള്ള ആൾക്കാരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് എനിക്ക് വളരെ താഴ്മയായി പറയാനുള്ളത്, ഞാൻ പ്രിൻസിപ്പലിനോടും അതുപോലെ നമ്മുടെ ചെയർമാനോടും ഞാൻ പറഞ്ഞു, ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് ഈ കാര്യത്തിൽ. കാര്യം ഇത്തിരി താമസിച്ചു പോയി, കുറേ അധികം താമസിച്ചു പോയി എന്നുള്ളതാണ് നേര്. അത് പറയാതെ നിന്നിട്ട് കാര്യമില്ല. കാര്യം 2021 മുതൽ ഈ രാസലഹരിയുടെ കാര്യങ്ങൾ തലപൊക്കി തുടങ്ങി. അപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കറിയാം, ഈ കഞ്ചാവും ഇതുപോലുള്ള ലഹരിയും ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് വളർച്ച ഉണ്ടാകുമെന്നൊരു പ്രചാരണം കാര്യമായിട്ട് കേരളത്തിൽ നടത്തുന്നുണ്ട്. ഒരു ശാസ്ത്രീയമായ അടിത്തറയില്ലാത്തൊരു കാര്യം അത്. ലോകത്ത് ഒരു സ്ഥലത്തും ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ല. കഞ്ചാവ് വലിച്ചതുകൊണ്ട് ഒരാളുടെ ബ്രെയിന് വളർച്ച ഉണ്ടാകും എന്ന് പറയുന്നത് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, കഞ്ചാവ് കഴിക്കുന്നതിലൂടെ
നമ്മുടെ ആരോഗ്യത്തിന് നാശമുണ്ടാകുകയും അവസാന കാലത്ത് ഏതെങ്കിലും ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിച്ചാൽ ആ മരുന്ന് നമ്മുടെ ശരീരത്തെ ഏക്കാതിരിക്കുകയും ചെയ്യുന്ന വിപരീത ഫലം കൂടി കഞ്ചാവിനുണ്ട് എന്ന് മനസ്സിലാക്കുക. ചിലരുടെയൊക്കെ വീടുകളിലൊക്കെ കഞ്ചാവ് ചെടികൾ വളർത്തുന്നുണ്ട്. നിയമപരമായിട്ട് തെറ്റാണത്. നിങ്ങൾ ഇടുക്കിയിലെ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഞാൻ തന്നെ ചില കഞ്ചാവ് തോട്ടങ്ങൾക്ക് അടുത്തുകൂടി യാത്ര ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്ന പോലെ മാങ്കുളം എന്ന് പറയുന്ന ഇടുക്കിയിലെ ഒരു സ്ഥലമുണ്ട്. മൂന്നാറിനടുത്തുള്ളൊരു സ്ഥലമാണ്. ഞാനൊരു ദിവസം വൈകുന്നേരം കുറച്ച് ആൾക്കാരുമായിട്ട് ഈ കഞ്ചാവ് തോട്ടം കാണാൻ പോയി. അപ്പം നമ്മൾ കുറേ ദൂരം ചെന്നപ്പോൾ 2-3 ആളുകൾ നമ്മളെ പിന്തുടരുന്നു. നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയുടെ തോക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തോട്ടം നടത്തുന്ന ആൾക്കാരാ. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് വഴി കാണിക്കാൻ വന്ന ആൾ പറഞ്ഞു, ചിലപ്പോൾ അവന്മാർ നമ്മളെ വെടിവെച്ചു കൊന്നു കളയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ഇരുട്ടിലൊക്കെ തപ്പിപ്പിടിച്ച് മടങ്ങി വന്ന രംഗം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ വലിയൊരു മനുഷ്യൻ ചെന്നടുക്കാൻ പ്രയാസമുള്ള ഒരു മലമുടിയിൽ വലിയൊരു കഞ്ചാവ് തോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അവരെല്ലാം എറണാകുളത്തുള്ളവരാ. ഈ ഇടുക്കിയിലുള്ള ആൾക്കാരല്ല ഈ അപകടം ചെയ്യുന്നത്. എല്ലാം ഈ കൊച്ചി നഗരത്തിൽ നിന്നൊക്കെ പോയ ചേട്ടന്മാർ. അതുപോലെ പല സ്ഥലങ്ങളിലും, അതായത് എക്സൈസുകാരുടെ കണ്ണുകളെത്താത്ത ദൂരത്തോളം കഞ്ചാവ് തോട്ടങ്ങൾ നമ്മുടെ ഇടുക്കിയിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. കുറേയൊക്കെ അവർ നശിപ്പിച്ച് കളയുന്നുണ്ട്. പിന്നെയും ഈ തോട്ടങ്ങൾ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കഞ്ചാവ് തോട്ടമോ കഞ്ചാവ് ചെടി വളരുന്നതോ കണ്ടാൽ തീർച്ചയായും എക്സൈസുകാരെ അറിയിക്കണം. നമുക്കൊരു ജീവിതമേ ഉള്ളൂ, ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ഈ മണ്ണിൽ എല്ലാ സൗകര്യങ്ങളും എൻജോയ് ചെയ്ത് നല്ല വിദ്യാഭ്യാസം കിട്ടി ജീവിതത്തിൻ്റെ സൗകുമാര്യമൊക്കെ നുകർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് ചെളിക്കുണ്ടിൽ വീഴാനുള്ള മറ്റൊരു വഴിയും സമാന്തരമായി തുറക്കുന്നത്. അപ്പോൾ ആ വഴിയിൽ വീണോ, ഈ രാജപാതയിലൂടെ നമുക്ക് യാത്ര ചെയ്യണോ എന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഒരുപാട് സയൻസിൻ്റെ വളർച്ച നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഓൺലൈനും ഒക്കെ വന്നതിന് ശേഷം എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. നമുക്കൊന്ന് അടിച്ചാൽ മതി. ഈ അടിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ അപകടം ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇൻ്റർനെറ്റിലും ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ കണ്ടുമുട്ടുന്ന പല ആളുകളും ചതിക്കുഴികളും വലയുമായി കാത്തിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് പണം ഉണ്ടാക്കാനുള്ള വഴിയാണ് ഇന്ന് സയൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മലയാളികളായ ഏജന്റന്മാരാണ് നമ്മുടെ നാട്ടിലെ പല സ്ഥലത്തും ഈ MDMA കൊണ്ട് നടക്കുന്നത്. നമ്മളറിയുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിരാശപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയാൻ പറ്റാതെ വരിക. എനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളിനെ എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോവുക. എൻ്റെ അമ്മയെ എനിക്ക് പേരിട്ട് വിളിക്കാതിരിക്കാൻ പറ്റുന്ന അവസ്ഥ വരിക. ഇതാണ് ഒരു MDMA രോഗിയുടെ ഏറ്റവും വലിയ അവസ്ഥ. അയാളെക്കുറിച്ച് ഒരു ബോധവുമില്ല. ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എന്നേക്കുമായി അയാളിൽ ഇല്ലാതാവും. നമുക്കറിയാം, നമ്മുടെ ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും ഒക്കെ തന്നെ ഒരുപാട് തലങ്ങൾ മനസ്സിലുണ്ടല്ലോ. നമ്മുടെ അബോധ തലങ്ങളിലും ഒക്കെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളറിയാത്ത മനസ്സെന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇരുട്ട് വീണ് കഴിയും നമ്മൾ ഈ ലഹരിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. മാത്രമല്ല, നമ്മുടെ തലച്ചോറ് നിയന്ത്രിക്കുന്ന പല കാര്യങ്ങളും ശരീരത്തിൽ നിന്ന് നിഷ്ക്രമിക്കാൻ തുടങ്ങും. മാത്രമല്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഉന്മാദാവസ്ഥയിലേക്കാകും എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ കഴിക്കുന്ന ഈ രാസലഹരി നമ്മുടെ ജീവിതത്തിൻ്റെ നീളം കുറയ്ക്കും, ദൈർഘ്യം കുറയ്ക്കും എന്ന് മാത്രമല്ല, നമ്മൾ അകാലത്തിലെ രോഗികളായി മാറും. ഈ ശരീരം മുഴുവൻ കോച്ചി വലിഞ്ഞ് ഇല്ലാതാവും. ബോഡിയുടെ സുഖം മുഴുവൻ പോകും. കണ്ണുകളിങ്ങനെ പുറത്തേക്ക് തള്ളും. നിങ്ങൾക്ക് വിചിത്രമായ സ്വഭാവങ്ങൾ, ഹാലുസിനേഷൻസ് ഉൾപ്പെടെയുള്ള വിചിത്രമായ സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങുന്ന ഒരു രോഗിയായി പെട്ടെന്ന് മാറും. നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു രസമായി തോന്നും. കാര്യം നമുക്ക് വീട്ടിൽ ചിലപ്പോൾ ഇത്തിരി അസ്വാതന്ത്ര്യം കാണും. അപ്പോഴാണ് ഒരാൾ പറയുന്നത്, സ്വതന്ത്രമായ ലോകം ഞാൻ കാണിച്ചു തരാം, നീ ഈ സാധനം കഴിച്ചു, ഈ കഞ്ചാവും ഇതേപോലെയുള്ള സാധനം കഴിച്ചു കഴിഞ്ഞാൽ നീ സർവതന്ത്ര സ്വതന്ത്രനായിരിക്കും എന്ന് പറയും. അതേസമയം നിങ്ങളുടെ ഒരു നിമിഷത്തെ തീരുമാനം കൊണ്ട് നിങ്ങൾ നശിപ്പിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും നല്ല ഭാവിയായിരിക്കും എന്ന് നിങ്ങൾ മറന്നു പോകരുത്. എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു അനുഭവമുണ്ട്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ നിന്നാണ് MPhil ബിരുദം എടുത്തിട്ടുള്ളത്. അവിടെ ഞാൻ MPhil പഠിക്കാൻ പോകുമ്പോൾ ഞാൻ ഹോസ്റ്റലായിരുന്നു താമസം. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് രാത്രി 12 മണിയായപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം അവിടെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കഴക്കൂട്ടത്തെ കള്ളുഷാപ്പി വരെ പോയാലോ എന്ന് ചോദിച്ചു. ഞാൻ വന്നിട്ട് എന്താ കാര്യം, ഞാൻ കള്ളു കുടിക്കാറില്ല. അപ്പോൾ പറഞ്ഞു, നീ ഒന്ന് വന്ന് കണ്ടെന്ന് ആസ്വദിക്കുക, കള്ളുഷാപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന്. എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ ഒന്ന് കഴക്കൂട്ടത്തെ കള്ളുഷാപ്പ് ടെക്നോ പാർക്ക് പോലെ പ്രശസ്തമാകുന്ന അവിടെ ഈ കള്ളുഷാപ്പിൽ ഇരുന്ന് ഇവരെല്ലാവരും കള്ളുമൊക്കെ കുടിച്ച് അത്യാവശ്യം വട്ടായി കഴിഞ്ഞപ്പോൾ ഇവരൊരു മുട്ടിയുണ്ടല്ലോ, കള്ളളന്ന് വെക്കുന്ന സാധനം, ഈ മുട്ടിയിൽ നിന്ന് കള്ള് മൊത്തം എൻ്റെ തലവഴിയും കൊഴിച്ചു വെളുപ്പിന് 3 മണിക്ക്. അപ്പോൾ പറഞ്ഞു, എന്നോട് വന്നിട്ട് അവർ പറഞ്ഞു, ഇതിൻ്റെ ഗന്ധം കുറേ കൂടെ നിൻ്റെ നാസ്വാദ്വാരങ്ങളിൽ കൂടെ കയറി കഴിയുമ്പോൾ നിൻ്റെ തലച്ചോറിലെത്തിയിട്ട് നിനക്ക് സൽബുദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് പോലെ നീ കള്ളു കുടിച്ചോളൂ എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ എൻ്റെ നാറ്റം കണ്ടിട്ട് എനിക്ക് 2-3 ദിവസത്തേക്ക് ഞാൻ ലെക്സോപ്പ് 3 എണ്ണം ഉപയോഗിച്ചു ഒരു ദിവസം. എന്ന് വെച്ചാൽ കഴുകിയിട്ടും എനിക്ക് മണം പോകുന്നില്ല ഇതിൻ്റെ.
അപ്പം നമ്മൾ അതേസമയം എനിക്ക് വേണമെങ്കിൽ ഈ കള്ള് ശരീരത്തിൽ വീഴുന്നതിന് മുമ്പ് പറയാം, ഞാൻ ഇനി നല്ല കുട്ടിയായിട്ട് ഇതെല്ലാം കുടിച്ചോളാം, കുടിച്ച് മര്യാദരാമനായിട്ട് ഈ നാട്ടിൽ കൂടെ നടക്കാമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതെൻ്റെ ഒരു തീരുമാനമാണ്, ഈ ജന്മം ഞാൻ കള്ള് കുടിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ മറ്റൊരാളിൻ്റെ അഭിപ്രായം കേട്ട് അങ്ങോട്ടങ്ങ് ചായ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലെന്നേ ഞാൻ പറയൂ. നിങ്ങൾക്കൊരു വ്യക്തിത്വം വേണ്ടേ? നിങ്ങൾക്കൊരു ഇൻറ്റഗ്രിറ്റി ഉള്ള കുട്ടികളല്ലേ നിങ്ങൾ? ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിൻ വേറൊരാൾക്ക് പണയം വെക്കാനുള്ള അവസരം ഉണ്ടാകരുത്. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും വലിയ ഒരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ, തെരുവോരങ്ങളിലും നമ്മുടെ ക്യാമ്പസിൻ്റെ വരാന്തകളിലും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള അപരിചിതരായ ആൾക്കാർ മിഠായിൽ ലഹരി കലർത്തി നിങ്ങളെ അന്വേഷിച്ച് വരുന്നുണ്ട്. മലയാളികളായിരിക്കും, നല്ല കുട്ടിയാണ്, നല്ല സുന്ദരി കുട്ടിയാണല്ലോ, നല്ല സുന്ദരനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനൊരു മിഠായി തരട്ടെ, ആ മിഠായി കഴിക്കുമോ എന്നൊക്കെ ചോദിച്ച് നല്ല മലയാളത്തിൽ കൂടെ നടക്കും. ഒരു കാരണവശാലും പരിചയമില്ലാത്ത ഒരാളും തരുന്ന ഒരു സാധന സാമഗ്രികളും നിങ്ങൾ വാങ്ങിച്ച് കഴിക്കരുത്. ചിലപ്പോൾ നിങ്ങളെ ഇരയെ പിടിക്കാൻ ഇറങ്ങുന്ന ഈ വേതാളങ്ങളായിരിക്കും ഈ നിങ്ങളുടെ പിന്നാലെ കൂടിയിരിക്കുന്നവർ. മാത്രമല്ല ഈ മാഫിയ എന്ന് പറയുന്നത് അന്തർദേശീയ നെറ്റ്വർക്കുള്ള ആൾക്കാരാണ്. ഈ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഇരുന്നാണ് ഇവരിതൊക്കെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് കർണാടകം അതേപോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇരുന്ന് നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മലയാളികളാണ് ഇത് പോയി ഇതൊക്കെ വാങ്ങിച്ച് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് എന്നുകൂടി നിങ്ങൾ അറിയുക. അപ്പോൾ മലയാളികൾ പല മാർഗങ്ങൾ ഉപയോഗിക്കും. കാര്യം പണം ഉണ്ടാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാൾക്ക് പണക്കാരനാകാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ കുരുന്നു കുട്ടികളെ പോലും കൊലപ്പെടുത്താനുള്ള നീക്കമാണ് അവൻ നടത്തുന്നത്. കാര്യം ഒരു ചെറിയ പ്രായമുള്ള 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിക്ക് ഈ രാസലഹരി പോലും നൽകി ആ കുട്ടിയുടെ ഭാവി എന്നേക്കുമായി തച്ചുടയ്ക്കുന്നവന്മാർ ഈ നാട്ടിൽ തക്കം പാർത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പണ്ട് നടന്നതുപോലെ ഈ സമൂഹത്തിൻ്റെ ഇടവഴികളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കരുതലുകൾ വേണ്ട ഒരു കാലമാണ്. ഒരു ആസുര കാലം എന്നൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. കാര്യം കൺമുന്നിൽ നിൽക്കുന്നവൻ നമ്മുടെ കൊടിയ ശത്രുവായി മാറാൻ ഒരു നിമിഷം പോലും വേണ്ട. നേരെ നടക്കുമ്പോൾ നമുക്ക് കുറുകെ ചാടി വന്ന് നമ്മുടെ നെഞ്ചത്തേക്ക് ഒരു കത്തി കുത്തി ഇറക്കാൻ ഒരുത്തിന് ഒരു മിനിറ്റ് പോലും വേണ്ട. കാര്യം ഈ രാസലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ അപകടം, നമ്മുടെ ശരീരം തളർന്നു തുടങ്ങും, തലച്ചോറ് തല്ലിപ്പൊളിക്കപ്പെടുമെന്ന് മാത്രമല്ല, നമ്മുടെ കൺമുന്നിലുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ശത്രുക്കളാണ് എന്നൊരു ഹാലുസിനേഷൻ, ഒരു ചിന്ത ഇവനെ ഇങ്ങനെ വിചിത്രമായി വേട്ടയാടാൻ തുടങ്ങും. പ്രതികാരം ചെയ്യണം. നിങ്ങൾക്ക് ചിലർ മാനസിക രോഗികളുണ്ട്. ഇങ്ങനെ കത്തി കൈ കിട്ടി ഇങ്ങനെ തുരുതിരാ കുത്തുന്ന ഹോമിസൈഡൽ മാനിയ എന്ന് പറയുന്ന മാനസിക രോഗം ബാധിച്ച ആളുകളുണ്ട്. അതേപോലെ ചില ആളുകൾ പ്രവർത്തിക്കും ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പാഷാണമാണ്. ഇതുകൊണ്ട് തലച്ചോറ് നന്നാവുമെന്ന് പറയുന്നൊരു അർത്ഥവുമില്ല. ഞാനൊരു കാര്യം തിരിച്ചറിയുന്നുണ്ട്, കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിലും ഹോസ്റ്റൽ മുറികളിലും അല്ലാത്ത സ്ഥലത്തും ഇത് ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ചില സർജന്മാർ പോലും ഈ കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, സർജറി ചെയ്യുമ്പോൾ എനിക്ക് പ്രിസിഷൻ കിട്ടാൻ ഇത് ഉപകരിക്കുമെന്നാണ് പറയുന്നത്. ഒരിക്കലും ഉണ്ടാവുന്ന കാര്യമല്ല, അങ്ങനെ പ്രിസിഷൻ ഉണ്ടാവില്ല. അതിന് കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതേപോലെ കലാകാരന്മാർ, പാട്ടുകാർ, സിനിമാ നടന്മാർ, മാധ്യമപ്രവർത്തകർ, ഇവരെല്ലാം തന്നെ ഈ കഞ്ചാവ് എന്ന് പറയുന്ന ലഹരി അവരുടെ തലച്ചോറിന് കഴിവ് കൂട്ടും, നമ്മുടെ വൈഭവം കൂടും. ഒരു വൈഭവം കൂടത്തില്ല കേട്ടോ. നമ്മുടെ ചില നടന്മാരൊക്കെ, നമ്മുടെ മലയാളത്തിൻ്റെ വരദാനമായി മാറിയ ചില നടന്മാരൊക്കെ ഇതിന് അഡിക്റ്റ് ആണെന്നുള്ള വാർത്തകൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. കാര്യം സ്ക്രീനിൽ കാണുന്ന ആളുകളെയാണ് നിങ്ങൾ മോഡലാക്കുന്നത്. ഈ മോഡലുകളെല്ലാം തലതിരിഞ്ഞ മോഡലുകളാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് വലിയ നൈരാശ്യം തോന്നും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ ഇനി മുതൽ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ചർച്ചയൊന്നുമില്ല, ഇപ്പോൾ ഇല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ ഉമ്മയോടും അമ്മയോടും ഒക്കെ വിളിച്ച് കോളേജിൽ നിന്ന് സംഭവിച്ച കാര്യവും അതുപോലെ കൂട്ടുകാരുമായിട്ട് വഴക്കിട്ട കാര്യവും ക്യാൻറ്റീനിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ച കാര്യവും പുതിയ വീക്കിലിൽ ഒരു കാര്യം കണ്ട കാര്യമൊക്കെ ചർച്ച ചെയ്യണം. ഇപ്പോൾ വീട്ടിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ വീട്ടിൽ സ്നേഹത്തിൻ്റെ കുറവുണ്ടെന്നാണ് പറയുന്നത്. അതല്ല, ഇന്നലെ ഒരു പോലീസ് ഓഫീസർ പറയുകയായിരുന്നു നമ്മളോട്, അതായത് ചില വീടുകളിലൊക്കെ ചില ഗാർഹിക പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ അമ്മയച്ഛനും തമ്മിൽ ഡിവോഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഒറ്റയ്ക്ക് വളരേണ്ടി വന്ന കുട്ടിയായിരിക്കും. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് ജീവിതത്തിൽ ഇനി എല്ലാം നഷ്ടമായി, തനിച്ചാണ്, ഈ ലൈഫ് മുഴുവൻ നമുക്കിനി കൈത്താങ്ങായി വരാൻ ആരുമില്ല, അതുകൊണ്ട് ഈ കഞ്ചാവിൻ്റെയും ഈ രാസലഹരിയുടെയും വഴി പോകാമെന്ന്. ഒരിക്കലുമല്ല. നമ്മുടെ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ചില ആളുകൾ ഒറ്റയ്ക്കാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കാണാം, ഒരു നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അച്ഛനും അമ്മയും വേർപിരിഞ്ഞു പോയി, തനിച്ചാണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ തനിച്ചു മതി. നിങ്ങളുടെ കരുത്ത് കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകം വിട്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ലോകത്തോട് തെളിയിക്കണം, ഒരാളിൻ്റെയും പിൻബലമില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതാണ് എൻ്റെ ഈ ജീവിത വിജയം എന്ന് നിങ്ങൾ തെളിയിക്കണം. അതിലാണ് കരുത്ത്. അല്ലാതെ നിരാശ കൊണ്ട്
എല്ലാം തകർന്നു എന്ന തോന്നലിൽ കഞ്ചാവിൻ്റെ ലഹരിയിലേക്കോ രാസലഹരിയിലേക്കോ അടിപ്പെട്ടാൽ നിങ്ങൾ ഈ ലോകം കണ്ട ഏറ്റവും വലിയ വിഡ്ഢിയാണെന്ന് ഞാൻ പറയൂ. അത് മാത്രമല്ല, ഇത്തരം ആളുകളെ നിങ്ങൾ സമൂഹത്തിൻ്റെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയാൽ നമ്മുടെ എക്സൈസ് വകുപ്പിനെ നിങ്ങൾ അറിയിക്കുകയും വേണം. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അമ്മയോടും അച്ഛനോടുമൊക്കെ സംസാരിക്കുന്ന പോലെ ഈ കോളേജിലെത്തിയാൽ അധ്യാപകരോട് സംസാരിക്കണം. അതുപോലെ കുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ലേഡി ടീച്ചേഴ്സിനോട് കാര്യങ്ങൾ പറയണം. നിങ്ങളെ വേട്ടയാടുന്ന നിരന്തരമായ പ്രശ്നങ്ങൾ ഈ നാട്ടിൽ കാണും. പഴയ കാലമല്ല, കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇതൊന്നും നമ്മൾ പറയുന്നില്ല, അവഗണിച്ചിട്ട് കാര്യമില്ല. കോവിഡിന് ശേഷം നമ്മളൊന്നാമതൊരു ന്യൂക്ലിയർ കുടുംബമായവരാണ്. നമ്മുടെ വീട്ടിൽ അംഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അവനവനിസം അല്ലാതെ കൂടി സ്വാർത്ഥതയാണ്. ബസ് സ്റ്റാൻഡിൽ വണ്ടി കാത്തു നിൽക്കുന്ന ഒരു യാത്രക്കാരൻ്റെ മനോഭാവമാണ് ഓരോ കുടുംബത്തിനുമെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് അയൽവാസി ആരെന്നറിയേണ്ട കാര്യമില്ല, നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കാറുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ, ഒരു കാലാവസ്ഥയിൽ കഴിയുന്ന നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പഴയ പോലെ വായനയില്ല. എനിക്ക് നിങ്ങളുടെ ഒരു അഭ്യർത്ഥനയുള്ളത്, വായനയോളം തുല്യപ്പെടുത്താവുന്ന ഒരു നല്ല കാര്യം ഈ ലോകത്തില്ല. ടെലിവിഷനിലൊക്കെ ഒരുപാട് പരിപാടികൾ വരും, നിങ്ങൾക്ക് OTT വഴി സിനിമ കാണാം. എന്നാൽ വായനയുടെ സുഖം എന്ന് പറയുന്നത് ഒന്നിനും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വലിയ മനുഷ്യരുടെ ബയോഗ്രഫികൾ, ആത്മകഥകൾ എടുത്ത് വായിക്കണം. എങ്ങനെയാണ് ഇവരൊക്കെ ഇത്രയും വലിയ ലെവലിൽ കുറഞ്ഞ കാലം കൊണ്ട് എത്തിയത് എന്നുള്ളത് നിങ്ങൾ മോഡൽ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ തന്നെ ശ്രമിച്ച് നോക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ IAS എഴുതി പാസ്സാകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ? അപ്പം നിങ്ങൾ ഒരു ടാർഗറ്റ് അങ്ങ് ഫിക്സ് ചെയ്യുക ജീവിതത്തിൽ. അതിനിടയ്ക്ക് ഈ ടാർഗറ്റിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രാസലഹരിയും നിങ്ങളെ സ്വാധീനിക്കാൻ പാടില്ല. രാസലഹരി എന്നല്ല, ഒന്നും നിങ്ങളെ സ്വാധീനിക്കാൻ പാടില്ല. ഒറ്റ യാത്രയാണ്. നമ്മളവിടെ എത്തിയിട്ടേ വിശ്രമിക്കൂ. കുട്ടികൾ അങ്ങനെയാണ് വേണ്ടത്. ഈ കോഴ്സിലൊക്കെ ഒരു മിഡിൽ ലെവൽ ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ജീവിതത്തിൽ ആരായി തീരണം. നിങ്ങൾ അധ്വാനിച്ചാൽ കഠിനാധ്വാനത്തിന് ഫലമുണ്ട്. ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സാധനത്തിന് കോംപ്രമൈസ് ഇല്ല. ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരും. ഹാർഡ് വർക്ക് ചെയ്യാത്തവന് ബാഡ് റിമാർക്ക് ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് മാത്രമല്ല, കംപ്ലീറ്റ് ജീവിതം നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന അപൂർവമായ ചില അവസരങ്ങൾ പരമാവധി നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു. നിങ്ങളുടെ ചെയർമാനോട് ഞാൻ പറഞ്ഞു, ഈ ക്യാമ്പസിൽ 7000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുട്ടികളാണ് അതൊക്കെ. ഒരുപക്ഷെ വീട്ടുകാരിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്ന കുട്ടികളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. കാര്യം നിങ്ങൾക്ക് ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോൾ ഇഷ്ടംപോലെ സ്വാതന്ത്ര്യമുണ്ട്. ഹോസ്റ്റലിന് പുറത്തും കുട്ടികൾ താമസിക്കുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ബന്ധുക്കളും കുട്ടികളും അമ്മമാരും രക്ഷകർത്താക്കളും അടുത്തില്ല എന്ന് കരുതി പരമമായ സ്വാതന്ത്ര്യം ഉപയോഗിക്കണമെന്ന് കരുതി ഇത്തരം കഞ്ചാവിലേക്കും അതുപോലെ ലഹരിയിലേക്കും പോയാൽ അവർക്ക് പോലും പിന്നീട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. പിന്നെ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു ഗുണം കൂടിയുണ്ട്. പോലീസിന് കൃത്യമായ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ ഈ രാസലഹരിയോ കഞ്ചാവോ കൈവശം വയ്ക്കുകയോ കാര്യറാവുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ കയ്യാമം വയ്ക്കാനും അവരിരിക്കുന്ന ഒളിവിടങ്ങൾ റെയ്ഡ് ചെയ്യാനും ആ കോളേജിലേക്ക് കയറി ചെല്ലാനും പ്രിൻസിപ്പലിൻ്റെ അനുമതി ആവശ്യമില്ല. അവരെ കയ്യോടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോലീസിന് പവറുണ്ട്. ഇപ്പോൾ അസാധാരണമായൊരു സാഹചര്യമായതുകൊണ്ട് അത്തരം ഒരു അധികാരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്, എക്സൈസിനും ഉണ്ട്. അപ്പം നിങ്ങളിൽ ഒരാൾ, ആരാണെന്ന് എനിക്കറിയില്ല, നിങ്ങളിൽ ഒരാൾ ആരെങ്കിലും ഒരു കാരിയറാവുകയോ ഇത് ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ കോളേജിൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെയും റെപ്യൂട്ടേഷൻ മുഴുവൻ തകർത്തെറിയാൻ നിങ്ങൾക്ക് കഴിയും. കാര്യം നാളെ ഞങ്ങളുടെ ചാനൽ ഉൾപ്പെടെ പറയും, അല്ല സർ, കോളേജിലേക്ക് എക്സൈസ് റെയ്ഡ് നടത്തി 3 കുട്ടികളെ അറസ്റ്റ് ചെയ്തു, 2 കുട്ടികളിൽ നിന്ന് രാസലഹരി കണ്ടെടുത്തു. എന്നിട്ട് നമ്മൾ പറയും ഇത് സ്ഥാപിച്ചത് ഈ പാവം ചെയർമാനാണെന്നുള്ളത്. അതായത് 2 ഫോട്ടോയും കൂടെ കൊടുക്കും. ഞങ്ങൾ ഫോട്ടോയുടെ കൊടുത്തിട്ട് അദ്ദേഹം എങ്ങനെയാണ് വന്നത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി. ഇത്രയും വലിയൊരു സ്ഥാപനം അദ്ദേഹം പടുത്തുയർത്തി, അദ്ദേഹം ഒരു ചെറിയ പലചരക്കടക്ക് നടത്തിയിരുന്ന ഒരാളിൻ്റെ മകനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ അച്ഛനും ഒരു റേഷൻ കട നടത്തിയിരുന്ന ഒരാളാണ്, ഒരു നാട്ടുപുറത്ത് ഒരു സാധാരണ റേഷൻ കട. അങ്ങനെ റേഷൻ കടയും പലചരക്കടയും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ആലിംഗന ബദ്ധരായി. ഈ കടകൾ തമ്മിൽ അനിയനും ചേട്ടനും പോലെയാണ് പ്രവർത്തിക്കുന്നത്. കാര്യം ചേട്ടൻ റേഷൻ കടയും അനിയൻ പലചരക്കടയും. പലചരക്കില്ലാതെ റേഷൻ മാത്രം വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയൊരു കടയിൽ നിന്ന് അദ്ദേഹം ഇത്രയും വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയം കെട്ടിപ്പടുത്തു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ അധ്വാനം അതിലുണ്ടാകും, കഠിനമായ അധ്വാനം ഉണ്ടാകും. അപ്പം നിങ്ങൾ ശ്രമിച്ച ഒരുപക്ഷെ അദ്ദേഹം ഈ പഞ്ചായത്തിൽ കറങ്ങി നടന്ന കാലത്ത് ഏതെങ്കിലും രാസലഹരിക്ക് വിധേയമായിരുന്നെങ്കിൽ, അന്നും ഉണ്ടല്ലോ ഈ സാധനമൊക്കെ, ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥാപനം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് ജീവശ്വാസവും വായുവും
നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും എല്ലാം തരുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രശസ്തി മേൽക്കുമേൽ ഉയർത്താനായിരിക്കണം നിങ്ങളുടെ ശ്രമം. അല്ലാതെ FIR ഇടാൻ പോലീസുകാരന് പണിയാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഒരുപാട് സ്ഥലത്തൊക്കെ ഇങ്ങനെ സംസാരിച്ച് വോക്കൽ കോഡിൻ്റെ അവണാകുഴി വരെ ചീത്തയായി പോയി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്നെ നോക്കുന്നുണ്ട്. നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാർ സംസാരിച്ചു തുടങ്ങുമ്പോൾ നിയന്ത്രണം വേണമെന്ന് എന്നോട് ഇവർ വരുന്ന വഴിക്ക് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ നിയന്ത്രിക്കാൻ വേണ്ടി എൻ്റെ ഭാര്യയും കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പം നിയന്ത്രണങ്ങളിലാണ് ഞാനിപ്പോൾ. രാസലഹരി വല്ലതും ഞാൻ ഉപയോഗിക്കുമായിരുന്നു എന്നെ എൻ്റെ തലയടിച്ച് തകർത്തന്നെ, അത് വേറെ കാര്യം. അപ്പോൾ ഈ രാസലഹരി എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മളിൽ മൃഗത്തെ ഉണർത്തുന്നത്. നമ്മളിൽ മൃഗങ്ങൾ ഉറങ്ങിക്കിടപ്പുണ്ട്. മനുഷ്യരായ നമ്മളിൽ മനുഷ്യത്വം മാത്രമല്ല, ഡെവിൾ ഉറങ്ങിക്കിടപ്പുണ്ട്. ഈ ഡെവിളിനെ ഉണർത്തി വിട്ട് നിന്റെ അമ്മ നേരെ വരുന്നുണ്ട്, പള്ളയ്ക്ക് കുത്തടാ കത്തിയെടുത്ത്, നല്ല രസമായിരിക്കും, ചീറ്റിത്തെറിക്കും രക്തം എന്ന് പറയാം. നിങ്ങൾക്കറിയാമല്ലോ, ആ വെഞ്ഞാറമൂട്ടിലെ ഒരു അഫാൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഒരു ചുറ്റിക കൊണ്ട് 6 പേരെ അടിച്ച് താഴെയിട്ടു. 5 പേര് മരിച്ചുപോയി. അവൻ്റെ ഭാഗ്യത്തിന് അവൻ്റെ ഉമ്മ മരിച്ചില്ല. ആരോ പറയുന്നുണ്ടായിരുന്നു ആ ഉമ്മയുടെ സപ്പോർട്ടിലാണ് ഇവനിതൊക്കെ ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഉമ്മയെ ഞാൻ നേരിട്ട് കണ്ടു. ആ ഉമ്മ മാത്രമല്ല, ആ വാപ്പയോട് ഞാൻ പറഞ്ഞു, ഈ അഫാൻ്റെ പിതാവ് ഗൾഫിലായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു, പാവം മനുഷ്യൻ. അവിടെ ജോലിയൊന്നും കിട്ടിയില്ല. തെണ്ടിത്തിരിഞ്ഞ് അവിടെ നടക്കുമ്പോഴാണ് കടം കയറി മുടിഞ്ഞപ്പോൾ അദ്ദേഹം ഗൾഫ് നാട്ടിലേക്ക് കടന്നതാണ്. അവിടെ നടന്നപ്പോൾ ഒരു പണിയും കിട്ടാൻ നടക്കുമ്പോഴാണ് മകൻ ഇങ്ങനെ ഒരേ ചുറ്റിക കൊണ്ട് വീട്ടിലുള്ള എല്ലാവരെയും അടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത അറിയുന്നത്. അതിന് അവസ്ഥ ആലോചിച്ചു. അദ്ദേഹം നല്ലൊരു വീട് ലോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ വീട്ടിലേക്ക് ആ മനുഷ്യന് മടങ്ങിപ്പോകാൻ പറ്റൂ? അവിടെ ചെന്ന് കിടന്ന 100,000 ചിന്തകളായിരിക്കും. ഉറക്കം വരില്ലല്ലോ. കാര്യം കൺമുമ്പിൽ അദ്ദേഹത്തിന് വേദനിക്കാനല്ല എന്താ ബാക്കിയുള്ളത്? ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അത്ഭുതമാണ് നമുക്ക്. അയാൾക്ക് ഞാൻ അവിടെ ആറ്റിങ്ങൽ വെച്ച് കണ്ടപ്പോൾ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ മലയാളി ഇറങ്ങി, കൊലപാതകയുടെ പിതാവിനും കൊലപാതകയുടെ അമ്മയ്ക്കും വീട് വെച്ച് കൊടുക്കാനോ? ശ്രീകണ്ഠൻ നായരെ തൻ്റെ തലയർത്ത് മാറ്റിക്കളയെന്ന് പറഞ്ഞ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ. ഞാൻ വിചാരിച്ച് ഇവനൊക്കെ എന്തിൻ്റെ അസുഖമാണെന്ന്. സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. ഈ ഒന്നാമത് അവരുടെ പൈസ എടുത്തല്ല നമ്മൾ ആ വീട് വയ്ക്കുന്നത്. 1. 2, നമ്മുടെ പ്രോബ്ലം എന്താണെന്നറിയാമോ? നമ്മുടെ മലയാളിയുടെ പ്രശ്നം നമ്മളെ ബാധിക്കുന്നല്ലെങ്കിൽ അത് വെറും കഥയാണ്. എവിടെയോ വെഞ്ഞാറമൂട്ടിലുള്ള ഒരാൾ അയാളുടെ 5 മക്കളെ ഭാര്യ എല്ലാം അടിച്ചൊരുത്ത തറയിലിട്ട് കഷ്ടമായി പോയി. അവിടെ തീർന്നു നമ്മുടെ പ്രശ്നം. അതൊരു കഥ മാത്രമാണ് നമുക്ക്. അതേസമയം പൊള്ളുന്ന ജീവിതാനുഭവമായിട്ട് നമുക്കിടയിൽ ആ മനുഷ്യൻ ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ ശരിക്കും, ഞാനും വിജയകുമാറൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ആറ്റിങ്ങൽ വെച്ച് ആ മനുഷ്യനെ ഇങ്ങനെ ഇങ്ങോട്ട് നടന്നു വരുന്ന കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തീ ആളുന്ന ഒരു രൂപം എൻ്റെ നേരെ നടന്നു വരുന്ന പോലെ എനിക്ക് തോന്നിയത്. എനിക്ക് ഹാലൂസിനേഷൻ്റെ അവസ്ഥ കൊണ്ടല്ല എനിക്ക് തോന്നിയത്. കാര്യം ഈ മനുഷ്യൻ ഒരു കണ്ണീർ കടലാണ്. ഒരു 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് ഈ മണലാരണ്യത്തിൽ പോയി എന്തെങ്കിലും നേടി വരാം എന്നൊരൊറ്റ ചിന്തയിൽ അവിടെ പോയി കിടന്ന മനുഷ്യനാണ് അയാളെ തേടി ആ ദുരന്ത വാർത്ത എവിടെ എത്തിയത്. അവിടുത്തെ മലയാളികളവിടെ പിരിച്ചെടുത്താണ് ഈ മനുഷ്യനെ വിമാനം കയറ്റി വിട്ടത്. ശരിക്കും അത്രയും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പം അതിലും വാളെടുക്കാൻ നമ്മുടെ ആളുണ്ടായി. ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു അർത്ഥബോധാവസ്ഥയിൽ അതിൽ അവർക്ക് നോർമൽ സെൻസിലല്ല അവർ വർക്ക് ചെയ്യുക. അവർ സംസാരിക്കുന്നതൊക്കെ വേറെ ലോകത്താണ്. ഞാൻ കൂടുതൽ അവരോട് സംസാരിക്കാൻ നിന്നില്ല. കാര്യം അവർ പറയുന്നതൊന്നും ഒരു കോൺഷ്യസ്നെസ് ഉള്ള ഒരാൾ പറയുന്ന രീതിയിലല്ല. അതോടെ ഞാൻ പിൻവാങ്ങി. പക്ഷേ ഞാൻ കണ്ടൊരു കാര്യം, ഞാൻ ആ കമൻറ്റ് ബോക്സ് വലുതായിട്ട് വായിച്ചില്ല. എൻ്റെ ഭാര്യ വായിച്ചു. ഭാര്യ വിശ്രമവേളയിലെ വിനോദ പ്രവൃത്തി അതെല്ലാം വായിച്ച് ഭാര്യ ബോധക്കെട്ടിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. 18 ലക്ഷം ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ 18 ലക്ഷത്തിൽ ഒരു 4 ലക്ഷത്തിൻ്റെ തെറി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഊർജ്ജമായിരിക്കും. തെറി നിങ്ങൾ അത്യാവശ്യം തെറിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്ന നല്ലതാണ്. കാരണം തെറി കിട്ടുമ്പോൾ ഒരു ഊർജ്ജം കിട്ടും. ഈ വിജയകുമാറൊക്കെ തെറി കേട്ടാൽ ഇങ്ങനെ ആയത് കേട്ടോ, സത്യം. അപ്പോൾ നിങ്ങളോട് എനിക്ക് ഒരിക്കൽ കൂടി പറയാൻ, അതൊക്കെ നമ്മൾ പോട്ടെ, അതൊന്നൊരു കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേറൊരു വാർത്ത കിട്ടും, നമ്മൾ അതിൻ്റെ പിന്നാലെ പൊക്കോളും. മലയാളിക്ക് അത്രയേ ഉള്ളൂ. 2 ദിവസത്തെ വാല്യൂ മാത്രമേ അതിനുള്ളൂ, ആ ജീവിതമേ ഉള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ജീവിതത്തിൽ കിട്ടിയ ഈ അപൂർവമായ ഭാഗ്യം തച്ചുടയ്ക്കരുത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഒന്ന് സ്കൂളിൽ പോകാനോ കോളേജിൽ പോകാനോ ഭാഗ്യം കിട്ടാത്ത ഒരുപാട് പട്ടിണി പാവങ്ങളുടെ മക്കൾ ഈ നാട്ടിലുണ്ട്. ഒരവസരവും കിട്ടാതെ കുട്ടിക്കാലത്തെ തന്നെ തൊഴിലെടുക്കാൻ വിധിക്കപ്പെട്ട ആളുകൾ, കുരിശേറുന്ന ബാല്യങ്ങൾ, ചെറിയ പ്രായത്തിലെ തന്നെ ഹോട്ടലുകളിലൊക്കെ തന്നെ ഗ്ലാസും പാത്രങ്ങളും കഴുകി ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ. അവർക്ക് മുന്നിലൂടെയാണ് നിങ്ങൾ പുസ്തകവും പിടിച്ച് നിങ്ങളിങ്ങനെ ഈ അല്ലസർ പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾ ലക്കിയായിട്ടുള്ളൊരു തലമുറയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗ്യം തകർത്തെറിയരുത്. ഈ ലഹരി എന്ന് പറയുന്ന, ഞങ്ങൾ കാസർഗോഡ് എത്തുമ്പോഴത്തേക്ക് ഒരു 30 ദിവസമാവും. ഈ 30 ദിവസങ്ങൾ കൊണ്ട് ഈ കേരളത്തിൽ ഈ ലഹരി വിറ്റഴിക്കുന്ന, പ്രത്യേകിച്ചും ഈ രാസലഹരി വിറ്റഴിക്കുന്ന എല്ലാവരെയും
നമുക്ക് പിടിച്ചകത്തിടണം. ഉറവിടങ്ങളിൽ പോയി അതെല്ലാം തച്ച് തകർക്കണമെന്നുള്ള ഒരേ സ്വരം, ഒരേ ശബ്ദം മാത്രമേ നമുക്കുണ്ടാകാൻ പാടുള്ളൂ. നിങ്ങളെല്ലാവരും, ഞാൻ ഈ അടുത്ത കൊല്ലോ 2 വർഷം കഴിഞ്ഞോ ഇതുവഴി പോകുന്ന സമയത്ത് അല്ല സാറിൻ്റെ ഓണറിനെ ഒന്ന് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ അത് ചെയർമാനെയൊക്കെ കാണാൻ വരുമ്പോൾ ചെയർമാൻ എന്നോട് പറയണം, ഞങ്ങളുണ്ടല്ലോ ഇപ്പോഴും ഒറ്റ കക്ഷി ഈ കോളേജുകളിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയണം. പ്രത്യേകിച്ച് മെഡിക്കൽ കോഴ്സിന് പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ചും പറയാനുണ്ട്, നിങ്ങളുടെ തലതൊട്ടപ്പന്മാരായ പല ആളുകളും വിവരക്കേട് പറയും, രാസലഹരി കൊണ്ട് നിങ്ങളുടെ ഉന്മാദാവസ്ഥയ്ക്ക് ശക്തി പകരും, തലച്ചോറിൽ കഞ്ചാവ് കയറി കഴിഞ്ഞാൽ ബുദ്ധി കൂടും, MBBS നിങ്ങൾക്ക് 1ാം റാങ്ക് കിട്ടും. ചുമ്മാതാണ് കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ എവിടെയോ പോയി സെർച്ച് ചെയ്തോളൂ, ഒരു സ്ഥലത്തും ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ഒരു കാര്യമാണ്. ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ആരാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതേപോലെയുള്ള പണം ഉണ്ടാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ നാട്ടിലെ വിവരദോഷികളാണ്, ശാസ്ത്രം പഠിക്കാത്ത വിവരദോഷികൾ, സയൻറ്റിഫിക് ടെമ്പറ ഇല്ലാത്ത ആളുകളാണ് ഇത്തരം വിവരക്കേടുകൾ പ്രചരിപ്പിക്കുന്നത് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ഒരു നല്ല പുലരിക്കായിട്ടാണ് നമ്മുടെ ഈ യാത്ര. ആ പുലരി നമ്മൾ ഒന്നിച്ചൊരു ജനസാഗരം പോലെ നമ്മൾ ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയും, നോ ടു ഡ്രഗ്, നോ വയലൻസ് എന്ന് നമ്മൾ വിളിച്ചു പറയും. അതിൽ നമുക്ക് വിയോജിപ്പുണ്ടാകരുത്. നമ്മൾ പ്രളയം കണ്ടവരാണ്, നമ്മൾ കോവിഡ് കണ്ടവരാണ്, നമ്മൾ ഐക്യ കേരളം കൊണ്ട് നമ്മളിതെല്ലാം കടന്നുപോയവരാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി കോവിഡിന് ശേഷം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി. അക്രമം അവസാനിപ്പിക്കുക, അതേപോലെ രാസലഹരികളെ ഉന്മൂലനം ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരാം. അത് പിന്നീട് നമുക്ക് എടുക്കാം. എല്ലാവരും എടുത്ത് നമുക്ക് നടക്കാതെ പോകും. അപ്പോൾ നിങ്ങളെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ഇത്രയും സൗകര്യങ്ങൾ ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് ചെയ്തു തന്ന മാനേജ്മെൻറ്റിനോടും അല്ല സാറിൻ്റെ മറ്റ് ടീം അംഗങ്ങളോടും ഞങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയിപ്പോൾ നമുക്കൊരു പ്രതിജ്ഞ കൂടി എടുക്കണം. നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ ഈ ഇങ്ങനൊരു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രാസലഹരിയായിട്ട് ആരെങ്കിലും കൈ നീട്ടുമ്പോൾ ഞാൻ പ്രതിജ്ഞ എടുത്തു എന്ന് ഓർമ്മ വരാൻ വേണ്ടി, അത് നമ്മുടെ വിജയകുമാറാണ് ഈ പ്രതിജ്ഞ സ്പെഷ്യലിസ്റ്റ്, അദ്ദേഹം പ്രതിജ്ഞ എടുക്കും. ഓക്കെ, താങ്ക് യു. ചെയർമാൻ പറഞ്ഞു, ചെയർമാനോട് 2 വാക്ക് പറഞ്ഞു. ആ, നമ്മുടെ ചെയർമാൻ 2 വാക്ക് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭീഷണിയല്ല അല്ലേ? ആദ്യം യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച ശേഷം 2 വാക്ക് സംസാരിക്കും അദ്ദേഹം. ഗുഡ് മോർണിംഗ്. 24-ൻ്റെ എല്ലാമായ നമുക്കെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ശ്രീകണ്ഠൻ സാർ, ഉമേഷ് ശിവരാമൻ, വിജയകുമാർ, ശ്രീകണ്ഠൻ സാറിൻ്റെ സഹധർമ്മിണി ഉഷ ശ്രീകണ്ഠൻ നായർ നമ്മുടെ മുമ്പിലുണ്ട്. ആദ്യമായി നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു മഹാ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു പ്രോഗ്രാമായി നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് കടന്നു വന്ന ശ്രീകണ്ഠൻ സാറിനും അതുപോലെ തന്നെ ആ ടീമിനും അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ അങ്ങേയറ്റം നന്ദിയും കടപ്പാടും അറിയിക്കുക. സാറ് കടന്നു വന്നപ്പോൾ ഈ മഹാദൗത്യം ഏറ്റെടുത്തുകൊണ്ട് 30 ദിവസം SKN40 വരുന്നു നിങ്ങൾക്കരികിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അക്രമം ലഹരി അരുത് എന്നുള്ള ആ മുദ്രാവാക്യം വിളിച്ച് സാറിങ്ങനെ 1 മാസക്കാലം കേരളത്തിൻ്റെ 14 ജില്ലകളിൽ പര്യടനം നടത്തുകയാണ്, കൂടെ കുടുംബത്തോടൊപ്പം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മനസ്സ്, അതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ സ്റ്റുഡിയോ ആളൊക്കെ കുറഞ്ഞു പോകുമെന്നൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ കൂട്ടിപ്പോകുമെന്നാണ് ചോദിച്ചു. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഞങ്ങളൊക്കെ കാണുന്നത് ആദ്യം ഫോൺ ചെയ്താൽ നേരെ 24-ലേക്കാണ് ഞങ്ങൾ പോകണേ. അത് കഴിഞ്ഞിട്ട് വേറെല്ലാം ഞങ്ങളുടെ കുട്ടികളും എല്ലാവരും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്.
അപ്പോൾ സാറ് ഇതെല്ലാം ഇത്ര മഹാദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഇവിടെ കടന്നു വന്നു. ഇടുക്കി ജില്ലയിൽ നമ്മുടെ തൊടുപുഴയിൽ ഈ അല്ലസർ ക്യാമ്പസിൽ ഏതാണ്ട് 7000 ചുല്ലാനും കുട്ടികൾ പഠിക്കുന്ന 14ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിൽ ഉള്ളപ്പോൾ തീർച്ചയായും ഇവിടെ കടന്നു വന്നപ്പോൾ നമുക്കെല്ലാം അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഞങ്ങൾ മാനേജ്മെൻറ്റും അധ്യാപകരും അനധ്യാപകരും ഞങ്ങളുടെ മുമ്പിൽ എല്ലാവരും ഉണ്ട്, കുട്ടികളും. അതാണ് ഈ ദൈവനിശ്ചയം. ഇതുപോലുള്ള മനസ്സിനെ ഈ ദൈവനിശ്ചയം ഉണ്ടാവുകയുള്ളൂ. തീർച്ച ഞാൻ അങ്ങേയറ്റം കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ടീം വിജയകുമാറും എല്ലാം വളരെ ആത്മാർത്ഥമായി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു. ഇതൊരു മഹാവിപത്താണ് തീർച്ചയായും. പക്ഷേ ഞങ്ങൾ 2002 അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് തുടക്കം കുറിച്ചത്. 22 വർഷം പിന്നിട്ടു, 23ാമത്തെ വർഷമാണ്. ഞങ്ങളുടെ ഈ ക്യാമ്പസിൽ ഒരു കുട്ടിയെപ്പോലും ഈ ലഹരിക്കടിമയായോ അല്ലെങ്കിൽ മറ്റ് മോശം പ്രവർത്തികൾക്കോ ഞങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുകൂടി പറയുകയാണ്. കാരണം ഞങ്ങളുടെ കുട്ടികൾ അവരോട് അങ്ങനെ പറഞ്ഞു. ഞാനിപ്പോൾ ഈ ആദ്യം പറഞ്ഞ വാക്കിന് അനുസൃതമായ ഒരു കാര്യം പറയുകയാണ്. എൻ്റെ മുറിയിലേക്ക് ഞാനും MD ഇരിക്കുന്ന സമയത്ത് ഇവിടെ പഠിക്കുന്ന ലോക്കോളജി പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ കടന്നു വരികയാണ്. രാവിലെ 11:30 മണി സമയം കടന്നു വന്നപ്പോൾ അമ്മ കയറി വരുന്നു. എന്താ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മോളെ നമ്മുടെ ഹോസ്റ്റലിനെ കുറിച്ച് ഭക്ഷണം അത്ര നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് എന്ന് പറയുക. അപ്പം ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഈ കുട്ടിക്ക് മാത്രം വരില്ലല്ലോ, സർവ്വസാധാരണമായിട്ടുള്ള ഒരു കംപ്ലൈൻ്റാണിത്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ വരില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. കുട്ടി വെളിയിൽ നിൽക്കുന്നു. അപ്പോൾ കുട്ടിയും അമ്മയുമായിട്ടാണ് ഞങ്ങളുടെ റൂമിൽ കയറി വന്നത്. വെളിയിൽ നിൽക്കാൻ കുട്ടിയോട് പറഞ്ഞു, അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് ഒരിക്കലും പുറത്ത് താമസിക്കാൻ ഉള്ള ആ അനുഭവത്തിന് വേണ്ടിയിട്ടും ആ പ്രാക്ടീസിന് വേണ്ടിയിട്ടുമാണ് ഈ കുട്ടി വരുന്നത്. അതുകൊണ്ട് അമ്മയോട് പറഞ്ഞു, ഇവിടുത്തെ ഭക്ഷണത്തിനൊന്നും ഒരു കുഴപ്പമില്ല. 2500 കുട്ടികൾ ഇവിടുത്തെ ഹോസ്റ്റലിലുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോസ്റ്റലിൻ്റെ കുഴപ്പമല്ല, ആ കുട്ടിക്ക് പുറത്തു പോകാനുള്ള വ്യഗ്രതയാണ് എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് സംസാരിച്ചിരുന്നപ്പോൾ 12:45 1 മണിയായി. അമ്മയോട് പറഞ്ഞു, വരൂ അമ്മ, ഞങ്ങളുടെ കൂടെ വരൂ, ഹോസ്റ്റലിൽ പോകാം, ഉച്ചഭക്ഷണം ഇവിടുന്ന് കഴിക്കാം എന്ന് പറഞ്ഞു. കാരണം മോശപ്പെട്ട ഒരു ഭക്ഷണമാണെങ്കിൽ രുചിക്കട്ടെ എന്ന് കരുതി അമ്മയെ വിളിച്ചപ്പോൾ എന്നാൽ ഞാൻ വരാം എന്ന് പറയുക. അമ്മയ്ക്ക് കുറച്ച് വിശപ്പുണ്ട്. ആ സമയത്ത് തിരുവനന്തപുരം സൈഡിൽ നിന്നാണ് വന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോൾ അമ്മ വെളിയിലിറങ്ങി കുട്ടിയോട് പറഞ്ഞു, ഭക്ഷണത്തിന് കുഴപ്പമൊന്നുമില്ല, മാനേജ്മെൻറ്റ് ഇതേ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, കഴിക്കാൻ പറയുന്നു. അപ്പം ഭക്ഷണത്തിനല്ലല്ലോ കുഴപ്പമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി അലറി വിളിച്ചുകൊണ്ട്, എനിക്കതൊന്നുമല്ല പ്രശ്നം, എനിക്ക് ഈ ഹോസ്റ്റൽ വേണ്ട, നമ്മുടെ ഹോസ്റ്റൽ വേണ്ട, പുറത്ത് താമസിക്കണം. അതാണ് ഓരോ ക്യാമ്പസിലും ഞാനിപ്പോൾ ശ്രീകണ്ഠൻ സാറിനോട് പറയുന്നത്, നമ്മുടെ ഇവിടെ ഈ ക്യാമ്പസിനകത്ത് താമസിക്കുന്ന ഹോസ്റ്റലേഴ്സ് പലവട്ടം പോലീസും അവരും SIസും ഒക്കെ ഇവിടെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റലിനകത്ത് വന്ന് റെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും റെയ്ഡ് ചെയ്തോട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും ഇന്ന് വരെ അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇനിയും പ്രവേശിക്കാനായിട്ട് ആരെങ്കിലും തുനിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളത് കർശനമായി ഈ ക്യാമ്പസിനകത്ത് 100% പറയുന്നു, ലഹരി ഉപയോഗിക്കില്ല, അക്രമം നടത്തൂല. ഇവിടെ രാഷ്ട്രീയമില്ല, വിഭാഗീയ ചിന്താഗതിയില്ല. ഈ അല്ലസർ എന്ന് പറയുന്ന ഈ വിടരുന്ന പുഷ്പത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഇല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും എല്ലാം
പ്രതിപക്ഷ നേതാവെല്ലാം ഇതിനകത്ത് വളരെ കാര്യമായി മുമ്പോട്ട് പോകുന്ന ഒരു അവസരം ശ്രീകണ്ഠൻ സാറിൻ്റെ ഈ യാത്ര 30 ദിവസത്തെ യാത്രയെല്ലാം വരുമ്പോൾ ഓരോ ക്യാമ്പസിലും നമ്മൾ പുറത്ത് താമസിക്കുന്ന ചെറിയ ചെറിയ വീടുകൾ കേന്ദ്രീകരിച്ച് അങ്ങനെ ഉള്ള ലഹരി ഉപയോഗം കൂടാൻ സാധ്യതയുള്ളൊരു സ്ഥലം അവിടെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പഞ്ചായത്തിലും പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് കോളേജിന് ഏതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണോ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പുറത്ത് താമസിക്കുന്നവർക്ക് ലൈസൻസോട് കൂടിയ താമസ സൗകര്യമുള്ള സ്ഥലത്തെ കുട്ടികളെ പ്രവേശിപ്പിക്കാവൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ടിന് കുറേ അധികം അയവ് വരും എന്നാണ് പ്രതീക്ഷ. എല്ലാ ക്യാമ്പസിലും ഉള്ളൊരു കാര്യമാണ്. പുറത്ത് താമസിക്കുന്ന കുട്ടികളാണ് കൂടുതലും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇറങ്ങി പുറപ്പെടുന്നത്. അതിനൊരു വ്യഗ്രത കിട്ടുന്നത് നമ്മുടെ ക്യാമ്പസിനകത്താവുമ്പോൾ നമ്മുടെ 500 പേരുടെ മെൻസ് ഹോസ്റ്റലുണ്ട്. അവിടെ ഒരു കുട്ടി കുഴപ്പം ചെയ്താൽ എല്ലാവരും അറിയും. മറ്റതങ്ങനെയല്ല, 3, 4, 5 പേര് താമസിക്കുന്ന ചെറിയ ചെറിയ വീടുകളാണ്. അവിടെ അക്രമവാസന കൂടാനുള്ളൊരു സാധ്യത കൂടുതലുള്ളൊരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ശ്രീകണ്ഠൻ സാറിനോട് പറയുന്നത്, ഇത് ശ്രദ്ധയിൽപ്പെടുത്തണം. കൂടാതെ എനിക്ക് 2 പോയിൻറ്റും കൂടെ ഉള്ളൂ. ഒരു പോയിൻ്റ്, ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ശ്രീകണ്ഠൻ സാറ് അവസാനം ഈ 30 ദിവസം പോകുന്നത് തിരുവനന്തപുരത്തല്ലേ ലാസ്റ്റ്, കാസർഗോഡ് സമാപിക്കുമ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഈ വിദ്യാർത്ഥികളും എല്ലാവരും ഇവിടെ പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥിനികൾ മുഴുവൻ ഈ യാത്ര തീരുന്നതിന് മുമ്പ് കൺസേൺഡ് പ്രിൻസിപ്പൽമാർക്ക് ഞങ്ങളൊരു പ്രതിജ്ഞ ഇന്ന് എടുക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ഞങ്ങളെ സിംഗിളായിട്ട് ഓരോ വിദ്യാർത്ഥിയും എഴുതി കൊടുക്കും. ലഹരി ഉപയോഗിക്കില്ല, അക്രമം ഇവിടെ നടത്തില്ല എന്ന് എഴുതിയ ഒരു പ്ലഡ്ജ് ഈ യാത്ര കാസർഗോഡ് അവസാനിക്കുമ്പോഴേക്കും ഞങ്ങൾ തീർച്ചയായും അത് കൊടുക്കും എന്ന് പറയുകയാണ്. ഈ വർഷം മുതൽ അടുത്തൊരു കാര്യം, ഈ വർഷം മുതൽ ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റായ ഒരു പേജ് ഇത് തന്നെ ആയിരിക്കും. അരുത ലഹരി, അക്രമവും ലഹരിയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്കും ഇവിടെ പ്രവേശനമുണ്ടാകില്ല. കൂടാതെ സാറ് പറഞ്ഞു, ഭാവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭ തീരുമാനം എടുത്തേക്കുന്ന കാര്യം മുഖ്യമന്ത്രി പത്രങ്ങളിൽ കൂടെ പറഞ്ഞു. അതേപോലെ തന്നെ സാർ ഇവിടെ സൂചിപ്പിച്ചു, എന്തെങ്കിലും കാരണവശാൽ അങ്ങനെയുള്ള ഒരു മോശമായ പ്രവർത്തനത്തിലേക്ക് ആര് കൊണ്ടുവന്നാലും, കഞ്ചാവോ MDMAയോ അങ്ങനെയുള്ള മോശം പ്രവർത്തനം കൊണ്ടുവന്നാൽ കൂട്ടുകാരാ അല്ലെങ്കിൽ കൂട്ടുകാരി നോ എന്ന് പറയാൻ അല്ലസറുള്ള വിദ്യാർത്ഥികൾക്ക് കഴിയും എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇന്ന് മുതൽ ഞങ്ങൾ ആ നോ എന്ന വാക്കുകൊണ്ട് മാത്രം ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ സാറ് പറഞ്ഞു, എല്ലാവരെയും ഏത് സമയത്തും റെയ്ഡ് ചെയ്യാനുള്ള ഒരവസരം ഇപ്പോൾ ഗവൺമെൻറ് പുതുതായി ആലോചിക്കുന്നു. അത് റെയ്ഡ് ചെയ്യാൻ പ്രിൻസിപ്പൽമാരുടെ അനുവാദം വേണ്ട എന്നെന്നോട് പറഞ്ഞു, ഇവിടെ നമ്മുടെ യോഗത്തിലും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജാഗരൂകരായി നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷ, എൻ്റെ അമ്മയാണ്, അച്ഛനാണ്, ഞാൻ ഇനി ഇത് ഉപയോഗിക്കില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഇനിയും ആരുടെ കൂട്ടുകാരാര് പറഞ്ഞാലും ആദ്യമേ തന്നെ ഞാൻ പറയും നോ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങും എന്നുള്ളൊരു ദൃഢനിശ്ചയം ഇന്ന് മുതൽ ഉറപ്പിച്ചെടുക്കുകയാണ്. വീണ്ടും SKN ഈ യാത്ര നടത്തിയ നമ്മുടെ ശ്രീകണ്ഠൻ സാറിനും അവരുടെ ഗ്രൂപ്പിന് എല്ലാവർക്കും ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ SKN വിശദമായി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു യാത്ര എന്നുള്ളത്. ഞങ്ങൾ സാധാരണ ന്യൂസ് ഡെസ്കിലിരിക്കുന്നവരാണ്. ഞങ്ങളതിന് ന്യൂസ് റൂം എന്ന്, ന്യൂസ് ഡെസ്ക് എന്നൊക്കെയാണ് വിളിക്കുക. നിങ്ങൾ ക്ലാസ് റൂമിലിരിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ വാർത്തയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നല്ല സുഖമാണ്, AC ഉണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ അവിടെ ഇരുന്നാൽ മതി. പക്ഷേ അങ്ങനെയല്ല വേണ്ടത് എന്ന് തീരുമാനിച്ചത് SKN ആണ്. അത് SKN
മാധ്യമ ജീവിതത്തിൽ 40 വർഷം പൂർത്തിയാക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് ഞങ്ങൾ ആ ന്യൂസ് റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച യാത്ര അത് കലാലയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, നഗരപ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെയെല്ലാം കാണുന്നവരോട് ഞങ്ങൾ പറയുന്നത് ഈ അക്രമവും ലഹരിയും വേണ്ട എന്ന് തന്നെയാണ്. ഒറ്റ ദിവസം കൊണ്ട് വിപ്ലവം ഉണ്ടാകുമെന്ന് കരുതിയിട്ടേ അല്ല, പക്ഷേ ഇത് ഇന്ന് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വലിയൊരു വിപത്താണ് എന്നതുകൊണ്ട് തന്നെ നിരന്തരമായി അതിനെതിരെ ശബ്ദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അത് ന്യൂസ് റൂമിൽ ഇരുന്നാണെങ്കിൽ അങ്ങനെയും, ന്യൂസ് റൂമിന് പുറത്തേക്ക് ഇറങ്ങിയാണെങ്കിൽ അങ്ങനെയും. അപ്പോൾ അതിന് ഇവിടെ നിങ്ങളുടെ പിന്തുണ ഉണ്ടായത്. ഇപ്പോൾ ചെയർമാൻ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഈ യാത്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഈ കോളേജ് നടപ്പാക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവുമുണ്ട്, അതിൽ നന്ദിയുമുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ നൽകിയ ഈ വലിയ സ്വീകരണത്തിന് നന്ദി പറയുന്നു. രാഹുൽ ഒരു കാര്യം എന്നോട് സൂചിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ വലിയ ഈ ചടങ്ങ് ഒരുക്കുന്നതിൽ എല്ലാത്തിനും നേതൃത്വം നൽകിയത് ഡോക്ടർ അമൽ EA ആണ്. ഡോക്ടർ അമലിനും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഇടുക്കിയിലെ കടുവയാണ് ഇത്. രാഹുൽ വിജയൻ നമ്മുടെ റിപ്പോർട്ടറാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മുടെ ഇവിടെ അരിക്കൊമ്പൻ ഇറങ്ങിയ സമയത്ത് അരിക്കൊമ്പന് പേടിച്ചപ്പനമായിരുന്നു രാഹുൽ വിജയൻ. അരിക്കൊമ്പൻ പുറത്തിറങ്ങിയാൽ ഉടൻ ക്യാമറയും പിടിച്ച് രാഹുൽ വിജയൻ അവിടെ ഉണ്ടാകും. പിന്നെ അരിക്കൊമ്പനെ തേടി വിജയകുമാറും ഉണ്ടായിരുന്നു. കേരളത്തിൽ 24-ൻ്റെ 2 റിപ്പോർട്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം ഈ അനിമൽ ഹസ്ബൻഡറിയിൽ ഡിഗ്രി എടുത്തവരാ, ആന സ്പെഷ്യലിസ്റ്റുകളാണ്. അതിലൊന്ന് രാഹുൽ വിജയനും ഒന്ന് സൂരജ് സജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ പുലിമടയിൽ ചെന്ന് പുലിയോട് പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. ഓക്കെ, ഇനിയും നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞയുണ്ട്. എസ് വിജയകുമാർ ആ പ്രതിജ്ഞ ചൊല്ലിത്തരും. അപ്പോൾ നമ്മളെല്ലാവരും അത് ഏറ്റുചൊല്ലും. ലഹരി വിരുദ്ധ പ്രതിജ്ഞയിലേക്ക് നമ്മൾ കടക്കുകയാണ്. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നുണ്ട്. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. താങ്ക് യു. ദേശീയഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा. विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा. तव शुभ नामे जागे तव शुभ आशीष मांगे. गाहे तव जय गाथा. जनगण मंगलदायक जय हे भारत भाग्य विधाता. जय हे जय हे जय हे जय 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 हे.
ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് നിങ്ങളുടെ പക്കൽ ഒരു ഫോം തന്നിട്ടുണ്ടാവും. അത് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മുടെ വോളണ്ടിയേഴ്സ് വരും, അവരുടെ കയ്യിൽ തിരിച്ചു കൊടുത്തേക്കുക. അതിൻ്റെ താഴെയുള്ള ഭാഗം കട്ട് ചെയ്ത് അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, ആ ബോക്സിലിടുക. അത് ബോക്സിലിടുമ്പം നിങ്ങളിൽ ഭാഗ്യവാന്മാർക്കോ ഭാഗ്യവതികൾക്കോ ഒരു ക്രൂയിസ് യാത്രയ്ക്കുള്ള സാഹചര്യം കൂടി ഉണ്ടാകും. ഓരോ ജില്ലയിൽ നിന്നും ഓരോ ഭാഗ്യശാലിയെ കണ്ടെത്തുന്നുണ്ട്. ഒരു ഗംഭീര യാത്രയാണ് സമ്മാനം. അപ്പോൾ ഇടുക്കിയിലെ വിജയിയെ വൈകിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കും. അപ്പം ഒരുപക്ഷെ നിങ്ങളായേക്കാം ആ വിജയ്. അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ കൗണ്ടർ ഫോയിൽ അവിടെ ആ ബോക്സിൽ കട്ട് ചെയ്തിടുക. ബെന്നീസ് ടൂർസാണ് അത് ആ യാത്ര സ്പോൺസർ ചെയ്യുന്നത്. ഇതിനോടകം വിവിധ ജില്ലകളിൽ അതിൻ്റെ വിജയികളെ പ്രഖ്യാപിച്ചിട്ട് ഇടുക്കിയിലെ വിജയി ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. താങ്ക് യു. ഞങ്ങൾക്ക് ഈ കോളേജിൽ എല്ലാ സൗകര്യവും ഒരുക്കി തന്ന ചെയർമാന് ഞങ്ങളൊരു വലിയ ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. എൻ്റെ ദൃഷ്ടിയിൽ ഇതിൻ്റെ മോഹവില 1000 കോടി രൂപയും, എന്നാൽ യഥാർത്ഥ വില 300 രൂപയുമാണ്. 300 രൂപ എന്ന് പറഞ്ഞാൽ വില പോയി. ഗിഫ്റ്റിന് വില നിശ്ചയിക്കുക ആരെങ്കിലും, മോഹവിലയല്ലേ എപ്പോഴും അല്ലേ? അതെ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർ അമലാണ് നമുക്ക് എല്ലാ സൗകര്യവും ഒരുക്കി തരുന്നത്. ഡോക്ടർ അമലിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളുണ്ട്. പ്രിൻസിപ്പലിന് കൂടി SKN ഈ കപ്പ് കൈമാറും. ഇനി കുറെ ക്യാപ്സ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. രാഹുൽ ഡെസ്കിൽ ഇത് കുറച്ച് തൊപ്പികളേ ഉള്ളൂ. രാഹുൽ വിജയൻ ഈ അരിക്കൊമ്പനെ കണ്ട് പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് രാഹുൽ വിജയൻ കണ്ണടച്ചിതിലേ നിങ്ങളുടെ ഇടയിലൂടെ നടന്ന് ഇത് വിതരണം ചെയ്യും.